കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 46 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയാകുന്ന, കഷ്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാകുന്നു, അല്ലെങ്കിൽ സഹായിയാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കഷ്ടങ്ങൾ മരണം വരെ മനുഷ്യനെ പിന്തുടരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പല നിലകളിൽ, പല പേരുകളിൽ ഒക്കെ കഷ്ടങ്ങൾ മനുഷ്യനെ മരണം വരെ പിന്തുടരുകയാണ്. കഷ്ടങ്ങളിൽ പലരും അകന്നു മാറുകയും നമ്മെ അകറ്റിക്കളയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരിക്കലും കഷ്ടങ്ങളിൽ തന്റെ ഭക്തന്മാരെ കൈവിടാതെ, അവനെ അകറ്റിക്കളയാതെ, അവന്റെ അടുത്തു വന്ന് സ്വാന്തനമേകുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലുതാണ്. അവിടെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ അടുത്തു വന്ന് നമ്മെ സഹായിക്കുന്ന നമ്മുടെ ദൈവം, നമുക്ക് തുണയായി വരുന്ന നമ്മുടെ ദൈവം, ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രവാചകനായ യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 57-ാം വാക്യത്തിൽ പറയുന്നു: എന്റെ ദൈവം എന്റെ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പ്രവാചകന്റെ ജീവിതത്തിൽ, പ്രവാചക ശുശ്രൂഷയിൽ സത്യവും ദൈവാലോചനയും വിശ്വസ്തയോടെ പറഞ്ഞതിന്റെ ഫലമായി തനിക്ക് ഭീഷണികൾ, അടി, പൊട്ടക്കിണറുകൾ, ചേറ്റുകുഴികൾ എന്നു വേണ്ട ഇങ്ങനെയുള്ള ഭയത്തിന്റെയും ഭീഷണിയുടെയും അന്തരീക്ഷത്തിൽ എല്ലാവരും തന്നെ കൈവിട്ടപ്പോൾ, താൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അടുത്തു വന്നു, അവന്റെ അടുക്കൽ വന്നു. അതേ പ്രിയമുള്ളവരെ, പ്രയാസങ്ങളിൽ അടുത്തു വരുന്ന നമ്മുടെ ദൈവം, വേദനകളിൽ അടുത്തു വരുന്ന നമ്മുടെ ദൈവം, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ, മല പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ വരുമ്പോൾ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഇത്ര നല്ല ദൈവം. അതേ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളിലും തുണയായി, സഹായിയായി കടന്നു വന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവനായ ദൈവം. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ പറയുന്നു: ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. 13-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. 14-ാം വാക്യത്തിൽ പിന്നെ എടുത്തു പറയുന്നു: ഞാൻ നിന്നെ സഹായിക്കും. രോഗത്തിൽ അടുത്തു വന്ന് സഹായിക്കുന്നവൻ, കഷ്ടതയിൽ അടുത്തു വന്ന് സഹായിക്കുന്നവൻ, തീയിൽ കൂടി കടക്കുമ്പോൾ അടുത്തു വന്ന് സഹായിക്കുന്നവൻ, എല്ലാവരും നിന്നെ കൈവിടുമ്പോൾ അടുത്തു വന്ന് നിന്റെ കരം പിടിച്ച് നിന്നെ സഹായിക്കുന്നവൻ, തീയുടെ നടുവിലാകുമ്പോൾ അടുത്തു വന്ന് സഹായിക്കുന്നവൻ, സിംഹത്തിന്റെ ഗുഹയിൽ അടുത്തു വന്ന് സഹായിക്കുന്നവൻ, ഇത്ര നല്ല സഹായി മറ്റാരുണ്ട്? അതുകൊണ്ട് കഷ്ടങ്ങളിൽ തളർന്നു പോകരുത്, വേദനകളിൽ തളർന്നു പോകരുത്. കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൂരിട്ടിനകത്ത് നീ ആയിപ്പോകുമ്പോൾ, അല്പം പോലും വെളിച്ചം കാണാതെ വണ്ണം ഭാരപ്പെടുമ്പോൾ, നിന്റെ ദൈവത്തെ നീ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ഇരുട്ടിന്റെ കൂരിട്ടിൽ, അതേ തീയുടെ നടുവിൽ സഹായിയായി, കൂരിട്ടിൽ വെളിച്ചമായി യേശു അടുത്തു വന്ന് തുണയായി അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ, ഇതാ ഏകമകന്റെ മരണത്തിൽ വിധവയായ നയീൻ പട്ടണത്തിലെ ദുഃഖഭാരമേറിയ ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നയീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തോഷമെന്നുള്ളതാണ്. ആ സന്തോഷ പട്ടണത്തെ ദുഃഖത്തിലായിക്കൊണ്ട് ഒരു വിധവയും അതിനോടനുബന്ധിച്ച ജനസമൂഹവും
തന്റെ മകന്റെ ഡെഡ് ബോഡിയെ, ആ ശവശരീരത്തെ മഞ്ചത്തിലെത്തിക്കൊണ്ട് അത് കല്ലറയിലേക്ക് പോകുമ്പോൾ യേശു അതുവഴിയായി കടന്നു പോവുകയാണ്. എന്നാൽ കണ്ട് അകന്നു പോകുന്ന യേശുവിനെ അല്ല നാം കാണുന്നത്, ആ മഞ്ചത്തോട് അടുത്ത് ചെല്ലുന്ന യേശുവിനെ. മഞ്ചത്തോടെ യേശു അടുത്ത് ചെന്നിട്ട് പറയുന്നു, കരയണ്ട. കരയുന്ന ആ വിധവയെ നോക്കി പറയുന്നു, കരയണ്ട, നീ കരയണ്ട. യേശു ആ സമൂഹത്തെ നോക്കി പറയാൻ, കരയണ്ട. യേശു ആ പ്രശ്നത്തിന്റെ അടുത്തേക്ക്, അവളുടെ വിഷയത്തിന്റെ അടുത്തേക്ക്, അവിടെ ആവശ്യങ്ങളുടെ അടുത്തേക്ക്, അവിടെ കണ്ണുനീരിന്റെ അടുത്തേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. ആ മഞ്ചത്തിന്റെ അടുക്കിലേക്ക്, ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത ആ മഞ്ചത്തിന്റെ അടുക്കിലേക്ക് യേശു അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ബാല്യക്കാരാ നീ എഴുന്നേൽക്കുക എന്ന്. യേശുവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ആ ബാല്യക്കാരൻ എഴുന്നേറ്റു എന്നുള്ളതാണ്. ആ മാതാവിന് ആ മകനെ മടക്കിക്കൊടുത്തു, ജീവനോടെ മടക്കിക്കൊടുത്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ഇടങ്ങളിൽ, ആരെ കൊണ്ടും വിടുവിപ്പാൻ കഴിയാത്ത ഇടങ്ങളിൽ കടന്നു വന്ന് നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവ്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു, ഏറ്റവും അടുത്ത സഹായിയാകുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്താണ്? നിന്റെ ഭാരങ്ങൾ എന്താണ്? നിന്റെ പ്രശ്നങ്ങൾ എന്താണ്? മനുഷ്യനാൽ പരിഹരിക്കപ്പെടാത്ത അസാധ്യമായ മേഖലകളിൽ സാധ്യതയൊരുക്കി സഹായിക്കുവാൻ അടുത്തു വന്ന് തല്ല തുണയായി വിടുവിപ്പാൻ കഴിവുള്ളവനായ കർത്താവ്. അതെ, ജോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. ഇങ്ങനെയുള്ള നിഴല് പോലെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതയാത്രയിൽ കഷ്ടങ്ങളുടെ കൂമ്പാരം ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വന്ന് നമ്മളെ സഹായിക്കുന്ന കഷ്ടങ്ങളിൽ നമുക്ക് സഹായമായി വരുന്ന നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം എത്ര വലുതാണ്. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ജോസേപ്പിനോട് കൂടെ ഇരുന്ന് അവനെ സഹായിച്ച് കാരാഗൃഹത്തിന്റെ പൂട്ടിനെ പൊളിച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന് ഉന്നതമായ ഒരു സ്ഥാനത്ത് അലങ്കരിക്കുവാൻ ദൈവം അവനോട് കൂടെ ഇരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ കഷ്ടതയുടെ കൂട് പൊട്ടിച്ച് നിന്റെ കഷ്ടതയുടെ സാഹചര്യങ്ങളെ മാറ്റി ഒരു നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയുമെന്നുള്ളതാണ്. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. ജീവിതത്തിന്റെ മേഖലകളെ നന്നായി പണിയുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. അതെ, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഹായിയാണ്, കഷ്ടങ്ങളിൽ നിനക്ക് തുണയാണ്. അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ കഷ്ടങ്ങളിൽ, അവരുടെ രോഗങ്ങളിൽ അവർക്ക് തുണയായി, സഹായിയായി നീ കൂടെ ഇരുന്നവരെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേ.